ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യാമറേനെ കൂടി ഫേസ് ചെയ്യാൻ ഷൈയുള്ള ഞാനൊക്കെ എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ മൈക്കോ ഒന്നും തന്നെ ഇല്ല. ഞാൻ വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം എൻ്റെ ഈ ഫോണിൽ തന്നെയാണ്. ആദ്യകാലങ്ങളിൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന രീതി എന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ നിന്ന് കിട്ടുന്ന പാട്ടുകളോ സോങ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ കയറ്റി അങ്ങനെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് യാതൊരുവിധ റവന്യൂ കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു അച്ചീവ്മെൻറ്റ് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ സ്വന്തം വോയിസ് ഓവറിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്ന രീതിക്ക്. പക്ഷെ അപ്പോഴും ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ട്രോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ സൗണ്ട് കൊള്ളൂല, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് അങ്ങനെ അത്ര നല്ല സൗണ്ട് അല്ല എന്നുള്ള രീതിക്ക് ട്രോൾ കേട്ടോണ്ടിരുന്ന ഒരാളാണ്. അപ്പോഴും എനിക്ക് വീഡിയോ ആദ്യകാലങ്ങളിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സൗണ്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ പറയുന്ന ഭയങ്കര മോശമായിട്ട് തോന്നുമോ, ബാഡ് കമൻറ്റ്സ് വരുമോ എന്നൊക്കെ. പക്ഷേ അപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരോടൊക്കെ തീരാത്ത നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആദ്യം ഷൈ ആയിട്ട് ഇരുന്നൊരു സമയത്തൊക്കെ അവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ അത്ര ഉയരത്തിലെത്തിയെന്നല്ല, എന്നാൽ ഇപ്പം ഈ കാണുന്ന തരത്തിലെങ്കിലും എനിക്ക് എത്തി നിൽക്കാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരു 18,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിലാണെങ്കിലും ഏകദേശം ഒരു 5,000-ഓളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ആദ്യകാലങ്ങളിലെന്ന് വെച്ചാൽ റവന്യൂ ഒന്നും തന്നെ എനിക്ക് ഇതിൻ്റെ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നത് വെറുതെ തമാശയായിട്ട് കാണുന്ന രീതിക്കാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ അകത്തുനിന്ന് റവന്യൂ കിട്ടിത്തുടങ്ങുന്നൊരു സമയമുണ്ട്. അപ്പം തൊട്ടാണ് നമ്മുടെ കൂടെ ആൾക്കാർ വരാൻ തുടങ്ങുന്നത്. ആരും നിന്നിട്ടില്ല എന്നല്ല, എൻ്റെ കൂടെ നിന്ന ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയൊക്കെ ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തും, അല്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ റീച്ച് ആകും എന്ന് വിചാരിച്ച് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുമ്പായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ. പക്ഷേ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കടപ്പാടുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോഴല്ല, ഞാൻ കോവിഡിന് മുമ്പ് തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയ ഒരാളാണ്. ആ ഒരു സമയത്ത് എൻ്റെ നല്ല ഫോണില്ല. എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഫോണാണ്. സാംസങ് F60 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് തന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ഫോണാണ്. ക്ലാരിറ്റി അത്ര നല്ലതൊന്നുമല്ല, എന്നാലും അന്നത്തെ കാലത്ത് വൈഡ് ആംഗിൾ ഒക്കെ ഉള്ളൊരു ഫോണായിരുന്നു അത്. ആ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ഗ്ലിച്ച് വരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വന്നൊരു കംപ്ലൈൻ്റ് ആണ്. എന്നാലും അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അവന് മാത്രം അന്ന് ഐഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സിമ്മൂരി വേറെ ഫോണിൽ ഇട്ടുകൊണ്ട് പോയിട്ട് ആ ഐഫോൺ എനിക്ക് വീഡിയോ എടുക്കാൻ തന്ന എൻ്റെ കൂട്ടുകാരുണ്ട്. അങ്ങനെയും ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പിന്നെ എനിക്ക് വേണ്ടി വണ്ടി മോഡിഫൈ ചെയ്ത് തന്ന കൂട്ടുകാരുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റോക്കായിരിക്കുന്ന വണ്ടി എനിക്കൊരു കണ്ടന്റിന് വേണ്ടി, അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ഇടാൻ വേണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് അതിൻ്റെ പാർട്സൊക്കെ വാങ്ങിച്ച് അത് മോഡിഫൈ ചെയ്ത് തന്ന കൂട്ടുകാരുണ്ട്. അതാ ഞാൻ പറയുന്നത്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും എത്തും, അല്ലെങ്കിൽ നമ്മളൊരു കര പറ്റുമെന്ന് വിചാരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എന്താന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു റവന്യൂ വരുന്ന സമയത്ത് വരെ നമുക്ക് ആൾക്കാർ നമ്മളെ പുച്ഛിക്കുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മൾ ചെയ്യുന്ന നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേര് നമ്മളെ അറിയാൻ തുടങ്ങും. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഫേസ് കാണിച്ച് തന്നെ തുടങ്ങിയത്. ആദ്യം ഞാൻ ഫേസ് പോലും കാണിക്കില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണമെന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ പുറത്തേക്ക്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേസ് കാണിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെയാണ് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ആ വീഡിയോ ഇടുന്ന ചേട്ടനല്ലേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊന്നും ഇതൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഒരു പാഷൻ്റെ പുറത്ത് ഇട്ട് തുടങ്ങിയാണ്. പക്ഷേ ആ പാഷൻ്റെ അകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി ധാരാളം പ്രൊമോഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ നല്ല പേയ്മെൻറ്റും കിട്ടും. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു ടൈമാണെങ്കിൽ നിങ്ങൾ കുറച്ച് സഫർ ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കാനാണ് ഏറ്റവും വലിയ പാട്. നമ്മൾ ആദ്യത്തെ കാലത്തൊക്കെ വീഡിയോ ഇടുമ്പോൾ 100 പേരോ 200 പേരോ അത്രയൊക്കെ കാണുള്ളൂ. പിന്നെയാണ് അത് ആയിരങ്ങൾ ലക്ഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് വീഡിയോസിൻ്റെ റീച്ച് കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ കൊളാബറേഷന് വേണ്ടി. നമ്മൾ ആദ്യം ചെറിയൊരു എമൗണ്ടിൽ നിന്ന് തുടങ്ങി, പിന്നെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലേക്ക് എത്തുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യം തന്നെ കൊമ്പത്തെ എമൗണ്ട് മേടിക്കണമെന്നല്ല. നമ്മുടെ ആ ഒരു റീച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റീച്ചാണ്. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, അത് നമ്മൾ ഫ്രീ ആയിട്ട് ആർക്കും അവതാരം ചെയ്യേണ്ട രീതിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമ്മളത് പൈസ വാങ്ങി തന്നെ ചെയ്യണം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്.
കാരണം ഇത് ഇല്ലാത്ത സമയത്ത് നമ്മൾ ആരും അപ്രോച്ച് ചെയ്യുന്നില്ല. ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്താണ് ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നത് യൂട്യൂബിനേക്കാളും. കാരണം യൂട്യൂബ് ചാനലിൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമുക്ക് വീഡിയോസിൻ്റെ വ്യൂസിനനുസരിച്ചല്ല പേയ്മെൻറ്റ് കിട്ടുന്നത്. നമുക്കിതുപോലെ കൊളാബറേഷൻസ് വരും. കൊളാബറേഷൻസിന് വരുന്ന പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാർട്ടർ കൊളാബറേഷൻ ധാരാളമായിട്ട് വരും. അത് കൂടുതൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല റിവ്യൂ ഇടുക, അങ്ങനത്തെ ഒരു രീതിക്കൊക്കെയാണ്. പിന്നെ റിസോർട്ടുകൾ വരും. റിസോർട്ടുകളെന്ന് വെച്ചാൽ കൂടുതലായിട്ട് വന്ന് താമസിച്ചിട്ട് റിവ്യൂ ഇടുക. ഞാൻ അങ്ങനെ താമസിച്ച് റിവ്യൂ ഇടുന്ന പരിപാടിക്ക് ഞാൻ പോവാറില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് അതിന് ടൈമില്ല. നമ്മൾ ഒത്തിരി അങ്ങനെ 2-3 ദിവസത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോയി താമസിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ ഒരിക്കലും നമ്മളങ്ങനെ പോയി താമസിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏത് രീതിയാണോ റീസണബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയാണ് കംഫർട്ട്, അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ഇതാണ് അതിൻ്റെ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ. പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പരസ്യം ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ഫിലിം സ്റ്റാർസിനെ വെച്ചും ധാരാളം ആൾക്കാരെയൊക്കെ വെച്ച് ടി വിയിലൊക്കെ പരസ്യം കൊടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ടി വി കാണുന്നതിനേക്കാളും ഒരുപടി മുകളിൽ ആൾക്കാർ സോഷ്യൽ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇന്നത്തെ കാലത്തുള്ള ബിസിനസ്സുകാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതേപോലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ മുമ്പ് ഇതേപോലെ ധാരാളമായിട്ട് ട്രാവൽ ചെയ്യുകയും ട്രിപ്പ് പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ലായിരുന്നു. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസ് നമുക്ക് എടുത്തിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു സമയം പോലും പാഴാക്കരുത്. നമ്മളിപ്പോൾ റീച്ച് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ റീച്ച് ഉണ്ടാവണമെന്നില്ല. അടുത്ത 2 വീഡിയോ ഇട്ടാലും ചിലപ്പോൾ റീച്ച് ഉണ്ടാവണമെന്നില്ല. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇടുന്ന 3-ാമത്തെ വീഡിയോ ആയിരിക്കും അത്യാവശ്യം റീച്ച് ആകുന്നത്. അതായിരിക്കും ചിലപ്പോൾ ആൾക്കാരിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി വേണം. നമുക്കിപ്പോൾ നല്ല കണ്ടൻറ്റ് കിട്ടിയാൽ മാത്രമേ ഇടുള്ളൂ, അല്ലെങ്കിൽ നല്ല വീഡിയോസ് ആണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു ചിന്തപ്പാട് വിടുക. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ കാണുന്നത്, നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന എന്താണോ അതെല്ലാം നിങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കാണുന്ന ആൾക്കാരുണ്ടാവും, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അവർ കണ്ടോളും. ഇപ്പം എന്ന് വെച്ചാൽ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്താലേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെങ്കിൽ അൽഗോരിതം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് അത്യാവശ്യം റീച്ച് ആവുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ എടുക്കുക. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുക. കൂടുതൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കുക. ആൾക്കാരിലേക്ക് എത്തിക്കുക. കാണുന്നവർ കാണും. ചിലപ്പോൾ ഒരു 10 പേര് ആയിക്കോട്ടെ, 10 പേര് നിങ്ങളുടെ വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. അത്രേ ഉള്ളൂ. ആ ഒരു ചിന്തയിൽ നിങ്ങൾ വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും. ഞാൻ ഇത്രയൊന്നും ഫോളോവേഴ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീഡിയോ ഇട്ട് തുടങ്ങിയതല്ല. പക്ഷേ എനിക്കൊരു ടൈം എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് വന്നത്. ആദ്യത്തെ കാലത്തൊന്നും എനിക്ക് 4000-5000 ഫോളോവേഴ്സിനെ വെച്ച് ഞാൻ ഒരു ദിവസം 3 വീഡിയോസൊക്കെ വെച്ചൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ 3 വീഡിയോസൊന്നും ഒരു ദിവസം ഇടേണ്ട ആവശ്യമില്ല. ഡെയിലി ഓരോ വീഡിയോസ് ഇട്ടാലും നമുക്ക് റീച്ച് കിട്ടുന്നുണ്ട്. ഞാനിടുന്നൊരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6 മണിക്ക് 7 മണിക്കോടൊക്കെയാണ് വൈകിട്ട് ഇടുന്നത്. ഞാനെല്ലാം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം എന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മൊബൈൽ ഡാറ്റ റീചാർജ് ചെയ്തിട്ട് 1 GB 2 GB ഒക്കെ റീചാർജ് ചെയ്തിട്ട് അങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ആവശ്യകത ഏറി വന്നപ്പോൾ ഞാൻ വീട്ടിലത്തേക്ക് ഒരു വൈഫൈ കണക്ഷൻ എടുത്തു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് ഇത്തിരി സ്റ്റേബിൾ ആണ്, ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പത്തിലാവും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഈ വണ്ടി. ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടി കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നത് എൻ്റെ ഈ വണ്ടി തന്നെയാണ്. കൂടുതലായിട്ടെന്നല്ല, 95% ഞാൻ ട്രാവൽ ചെയ്യുന്നത് എൻ്റെ ഈ വണ്ടി തന്നെയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ വണ്ടിക്ക് നല്ല മൈലേജാണ്. 1 ലിറ്ററൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ദൂരം നമുക്ക് ഓടാൻ പറ്റും. എനിക്ക് ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു യമഹയുടെ R15S എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് 2019 എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം ഒരു 3-4 കൊല്ലം ഞാൻ ഉപയോഗിച്ച് വന്നിട്ടാണ് വിറ്റത്. അത് വിറ്റിട്ട് ആ കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ ഇത് റെഡി എടുത്തത്. ഈ വണ്ടി, ആ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് റൈഡിന് പറ്റില്ല. നാട്ടുവേദനയൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിത് കംഫർട്ടാണ്. ഞാനിതുമായിട്ട് ദൂരെയൊക്കെ പോകാറുണ്ട്. ഞാനിത് പാലക്കാട്, കോയമ്പത്തൂർ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഞാനെല്ലാം ഈ സ്പ്ലെൻഡറായിട്ട് പോകാറുണ്ട്. ആദ്യമൊക്കെ ഈ വണ്ടിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമ്മളെ പുച്ഛിക്കും, നിനക്ക് വട്ടുണ്ടോ ഈ വണ്ടിക്ക് പോകാൻ, അല്ലെങ്കിൽ ഇതിലിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നടുവേന വരില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കംഫർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഞാൻ ഈ വണ്ടി യൂസ്ഡ് ആണ്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ ഈ വണ്ടിയാണ് എടുക്കുന്നത്. അടുത്തായിക്കോട്ടെ ദൂരെ ആയിക്കോട്ടെ. അപ്പോൾ എനിക്കിത് കംഫർട്ടാണ്. എനിക്ക് ദൂരെ കൊണ്ടുപോകാൻ പറ്റും.
എനിക്ക് ഈ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അഫോർഡബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം സ്പോർട്സ് ബൈക്കോ ഒന്നും തന്നെ വേണമെന്നില്ല. ഇപ്പം ഇതിനേക്കാളും പവർ കുറഞ്ഞ വണ്ടിയായിട്ട് തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ചുറ്റിനും തന്നെയുണ്ട്. ഞാൻ പോകുന്നതും വരുന്നതും എല്ലാം ഈ വണ്ടിക്കകത്താണ്. ഈ വണ്ടി തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ ഒത്തിരി വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുള്ള വീഡിയോസാണ്. എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ടാകുക എന്നാണ്. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് ഫുള്ള് ഡീഗ്രേഡിങ് ആയിരിക്കും. നമ്മുടെ ഒറ്റ കോൺഫിഡൻസ് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു. വീഡിയോസ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരാൻ തന്നെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടായിക്കോട്ടെ ഒന്നും ആയിക്കോട്ടെ ക്യാമറയുടെ മുമ്പിലൊന്നും ഞാനങ്ങനെ പോവാറില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ക്യാമറയുടെ പിൻ ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്ക് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ ഫേസ് കാണിക്കാതാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല, നമുക്കിത് ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അത് നമുക്ക് ആരും നമുക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തരാൻ പോകുന്നില്ല. നമ്മളിതിന് മുമ്പിൽ വന്നാലോ പിന്നിൽ നിന്നാലോ ആരും നമുക്ക് നല്ലതും പറയാൻ പോകില്ല, മോശവും പറയാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണോ അത് നമ്മൾ ചെയ്യുക. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. എനിക്ക് ഫേസ് കാണിക്കണമെന്ന് തോന്നുന്ന വീഡിയോസിൽ ഞാൻ ഫേസ് കാണിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ആൾത്തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് റോഡ് സൈഡിലൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് ഇത്തിരി തൊലിക്കെട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ആൾത്തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. പിന്നെ ധാരാളം പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് ഈ ലൊക്കേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ലൊക്കേഷൻസ് കണ്ടുപിടിക്കുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളെയൊക്കെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോഴാണ് ഞാൻ ഓരോ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുന്നത്. ഞാനിങ്ങനെ ഓരോ ലൊക്കേഷൻസ് കിട്ടുമ്പോൾ അതെല്ലാം സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ഇപ്പോൾ അടുത്തടുത്ത് കണക്ട് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഒന്നിച്ച് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അങ്ങോട്ടേക്ക് എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ലൊക്കേഷൻസ് ഒക്കെ ഒന്നിച്ച് കവർ ചെയ്തിട്ടാണ് പിന്നെ പോരുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസത്തേക്കുള്ളൊരു കണ്ടന്റ് ആയി. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും ട്രിപ്പൊക്കെ പോകാൻ അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചിലവ് ചുരുക്കാം, ഉപകാരപ്പെടുകയും ചെയ്യും. ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി വെക്കണമെന്നേ ഉള്ളൂ. ഞാൻ കൂടുതൽ സോളോ റൈഡ്സ് ആണ് പോവാറ്. ഗ്രൂപ്പായിട്ട് അങ്ങനെ പോണത് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കൂടുതൽ സോളോ ആണ് പോവാറ്. സോളോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. ഫുഡ് ഇപ്പോൾ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ട്രാവലൊക്കെ ചെയ്യാൻ നേരത്ത് വീട്ടിൽ നിന്ന് വെള്ളം പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ബാഗ് ഇട്ടുകൊണ്ടൊക്കെ പോകും. എന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും കട ഉണ്ടാവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു നേരത്തെ വിശപ്പ് മാറ്റാനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അത് ഓരോ ആൾക്കാരുടെ രീതിയാണ്. ഓരോ ആൾക്കാർ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് കൂടുതൽ അമ്പലങ്ങളുടെ വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അമ്പലങ്ങളുടെ വീഡിയോ ഇടാറുണ്ട്. എനിക്കത് കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതലും ഇങ്ങനെ പുതിയ അമ്പലങ്ങളെക്കാളൊക്കെ ഇഷ്ടം എനിക്കിങ്ങനെ പഴമ നിലനിർത്തി ഇപ്പോഴും കൊണ്ടുപോകുന്ന അമ്പലങ്ങളില്ലേ, ആ ഒരു ടൈപ്പ് അമ്പലങ്ങളാണ്. അത് കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഒറ്റപ്പാലം പാലക്കാട് സൈഡൊക്കെയാണ്. അവിടെയാണ് കൂടുതലായിട്ട് അങ്ങനത്തെ അമ്പലങ്ങളുള്ളത്. ഞാൻ കൂടുതൽ പോകുന്നതും പാലക്കാടാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ പാലക്കാട് പോകാറുണ്ട്. അത് ഇതുപോലത്തെ പഴമയൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കൾച്ചറൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു കേരളം കാണണമെങ്കിൽ ശരിക്കും പാലക്കാട് തന്നെ പോകണം. കൂടുതലായിട്ട് റീൽസ് എടുക്കാനും കണ്ടന്റ് ക്രിയേഷൻസിനൊക്കെ ആൾക്കാർ പോകുന്നതൊക്കെ എല്ലാം പാലക്കാടാണ്. നമ്മൾ റീൽസിലൂടെ കാണുന്ന പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ പാലക്കാട് തന്നെയാണ്. പിന്നെ അമ്പലത്തിൽ പോകുന്ന റീൽസ് എടുക്കാൻ മാത്രമല്ല, അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അല്ലാണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കേട്ട് സാധിച്ചു തന്നെ ഒന്നല്ല. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. നമുക്ക് ആദ്യം രാവിലേക്ക് എഴുന്നേറ്റ് കുളിച്ച് കുറച്ച് ട്രാവൽ ചെയ്തിട്ടൊക്കെ ഒരു അമ്പലത്തിലൊക്കെ എത്തുമ്പോൾ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ അമ്പലത്തിലെ കോളാമ്പിന്ന് കേൾക്കുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക വൈബുണ്ട്. അത് ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അമ്പലത്തിൽ പോയി റീൽസൊക്കെ എടുക്കുന്നത്. എനിക്ക് അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ് നമുക്ക് വീട്ടിൽ വന്നാൽ കാണണം, അല്ലെങ്കിൽ അതൊരു 10 പേരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ റീൽസൊക്കെ എടുക്കുന്നത്. ചില അമ്പലത്തിലൊക്കെ പോയി റീൽസ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡല്ല. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വിഷയമൊക്കെയാണ്, അമ്പലമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കഴിയുന്നതും ഒരു സ്ഥലത്തൊക്കെ ചെന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് എടുക്കാൻ നോക്കുക. ചിലവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. നമുക്കിങ്ങനെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ചിലർക്ക് അതിനെന്താ എടുത്തോ എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ചിലവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ചാടയൊക്കെ ഇട്ടിരിക്കും. അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പാടില്ല, പുറത്ത് നിന്ന് എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ആരുടെയും കഴുത്തൊക്കെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കുഴപ്പമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് വീഡിയോ എടുക്കുക, അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. നല്ല മഴ വരുന്നുണ്ട്.
അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തുടങ്ങുക. ആര് സപ്പോർട്ട് വേണമെന്നില്ല, നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റീച്ച് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ജേണി എന്ന് പറയുന്നത്. ഇതിൽ അങ്ങനെ യാതൊരുവിധ വലിയ കാര്യമായിട്ടുള്ള എഡിറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് കുറച്ച് നാളായിട്ട് പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് ശരി, വേറൊരു വീഡിയോ ആയിട്ട് കാണാം.